ഒരു താൽക്കാലികമാവുന്ന നിലവാരങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു ഫേവർ അല്ല ദൈവത്തിന് എന്നോടും നിന്നോടും ഉള്ളത്. ലോകത്തിന്റെ ഫേവർ ഉണ്ട്, പക്ഷെ അത് സിറ്റുവേഷൻസ് മാറിപ്പോകുന്ന ഫേവറാണ്. നമ്മൾ ഒടുങ്ങിയതും നുറുങ്ങിയതും വേദനിച്ചതും ഒറ്റപ്പെട്ടതും അതിൻ്റെ പിമ്പിലുള്ളതൊന്നും ആരും കാണുന്നില്ലായിരിക്കാം. പക്ഷെ അഗ്നി ജ്വാലക്കൊത്ത കണ്ണ്, ഹല്ലേലൂയ, രാവും പകലുമില്ലാതെ നിന്നെ നോക്കുന്ന ഒരു കണ്ണിതെല്ലാം കാണുന്നുണ്ട്. നീ പോലും അറിയാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. നീ പോലും അറിയാത്ത ചില സ്ഥാനങ്ങൾ, നീ പോലും അറിയാത്ത ചില മാന്യതകൾ, ഹല്ലേലൂയ, സകലരും കാണുക. ഞാൻ അടുത്തൊരു ചെറിയ വചനവുമായിട്ട് ആയിരിക്കുന്നു. റോമർക്ക് എഴുതിയ സുവിശേഷം 8:31. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കരം കൊടുത്തൊന്ന് പറയാമോ? ദൈവം നമുക്ക് അനുകൂലമാ. ദൈവത്തിൻ്റെ അനുകൂലതയ്ക്കൊരു നന്ദി പറയാമോ? ഹല്ലേലൂയ. ഇന്നിവിടെ കടന്നു വന്ന് ഓരോരുത്തരോടും പറഞ്ഞാൽ അവർ പറയും പല പ്രതികൂലത്തിനകത്ത് ഞാൻ വന്നേക്കുന്നേ. പക്ഷേ ഈ പ്രതികൂലം നിൻ്റെ ദൈവം അറിയാതെയല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ലോകത്ത് ആരൊക്കെ നമുക്ക് അനുകൂലമായി കൂടെ ഉണ്ടെങ്കിലും തമ്പുരാൻ്റെ കരം നിൻ്റെ കൂടെ ഇല്ലെങ്കിലാ നീ ഒരു ബിഗ് സീറോയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരൊക്കെ നിൻ്റെ കൂടെയുള്ളവരാണേലും, നിൻ്റെ മാതാപിതാക്കളാ, നിൻ്റെ സഹോദരങ്ങൾ, നിന്നെ ചേർത്ത് നിർത്തുന്നവരാ, നിന്നെ ഒറ്റപ്പെടുത്തിയാലും അകറ്റി നിർത്തിയാലും അവർ പ്രതികൂലമായി നിൻ്റെ മുമ്പിൽ നിന്നാലും നിൻ്റെ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ഹല്ലേലൂയ, നീയാണ് ഏറ്റവും ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് കര ഉയർത്തി പറയാവോ? ഈ പ്രതികൂലമൊക്കെ അവൻ്റെ അനുകൂലത പരസ്യമായി വെളിപ്പെടുന്ന ഒരു ദിവസത്തിന്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രതികൂലങ്ങൾ, നമുക്ക് പുറത്തുള്ള വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. പലപ്പോഴും പ്രതികൂലം നമ്മുടെ പാളയത്തിനകത്ത് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഡൗണായി പോകുന്നത്. ഒരു റിലാക്സ് കിട്ടേണ്ടടുത്ത് നമ്മൾ പ്രതികൂലത്തിലായി പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ താണുപോകുന്നത്. അതുപോലൊരു കഥാപാത്രമായിരുന്നു എസ്തർ. എസ്തറും 2 വ്യക്തിത്വങ്ങളുണ്ട്. എസ്തറിനെ ആദ്യം പറയുക, ഒരു അനാഥത്വം ഫീൽ ചെയ്ത ഒരു ജീവിതമായിരുന്നു എസ്തറിൻ്റെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. മാതാപിതാക്കൾ ഉണ്ടായിട്ടും അനാഥത്വമായി ജീവിക്കുന്നവരുണ്ട്. ഓരോരുത്തരും വിളിക്കുമ്പോൾ അവരുടെ ഓരോ പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മളൊന്നുമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു താൽക്കാലികമാവുന്ന നിലവാരങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു ഫേവർ അല്ല ദൈവത്തിന് എന്നോടും നിന്നോടും ഉള്ളത്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി, അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കിയാൽ നമുക്കത് ഓർക്കാം. നമ്മൾ വന്ന വഴികളും നമ്മളായിരുന്ന സാഹചര്യങ്ങളെ ഇന്നലകളില്ല. നമ്മൾ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ മതിയായി, ഇനി പറ്റില്ല ദൈവമേ, ഒരു ചുവട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ പല സാഹചര്യത്തെ നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ കഴിവ് കൊണ്ടാണോ? നമ്മളെക്കാൾ പല കഴിവുള്ളവരും മിടുക്കന്മാരും മിടുക്കുകളും എല്ലാ നിലവാരങ്ങൾക്കും ബുദ്ധിയുള്ളവരൊക്കെ ഒരു പിടി കയറിനുള്ളിലാണ്, ഒരു കുപ്പി വിഷത്തിനുള്ളിലാണ്. അതിനകത്ത് അവരുടെ ജീവിതങ്ങൾ അവസാനിച്ചപ്പോൾ ഒന്നിനും കൊള്ളാതിരുന്ന എന്നെ നിന്നെ, ഹല്ലേലൂയ, ഒന്നിനും കൊള്ളാത്ത, ഒരു യൂസും ഇല്ലാത്ത എന്നെ നിന്നെ, ഞാൻ എൻ്റെ ജീവിതം പറയാം, ഒരു യൂസും പറയാനില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഫേവർ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവളാ, ഞാൻ ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവനാ. ഹല്ലേലൂയ. പലരുടെ ഫേവർ, ലോകത്തിൻ്റെ ഫേവർ ഉണ്ട്, പക്ഷെ അത് സിറ്റുവേഷൻസ് മാറിപ്പോകുന്ന ഫേവറാണ്. നമ്മുടെ സ്കൂളിലാണേലും നമ്മുടെ വീട്ടിലാണേലും പേരൻസിനാണെങ്കിൽ പോലും
2-3 മക്കളുണ്ടെങ്കിൽ അവർ ഫേവർ മാറി വരും. സ്കൂളിലാണേലും പഠിക്കുന്ന പിള്ളേർ ഓരോ ടാലൻ്റ് അനുസരിച്ച് ഓരോ കഴിവുകൾ തെളിയിച്ച് മുമ്പോട്ട് പോകുന്നവരോടാ ഫേവർ. ലോകത്തിൽ പല പല രീതിയിലുള്ള നല്ല നല്ല അട്രാക്ഷനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനോടാ ഫേവറാണ്. പക്ഷെ എൻ്റെ ദൈവത്തിന് നീ ഒന്നുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത, ഒരു യൂസുമില്ലാതെ കിടന്ന ഒരു കൽപാത്രം എന്ന് പറഞ്ഞാൽ കാല് കഴുകാനും, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പറയാം പണ്ടത്തെ കാലത്തൊക്കെ പുറം പോക്കിൽ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് യൂസ് ചെയ്യുന്ന ചില കൽപാത്രങ്ങളെ പോലെ നമ്മുടെ ജീവിതം. ചെളി പിടിച്ച് ആർക്കും വേണ്ടാത്ത കുറവുകളെ നോക്കി നമ്മളെ അകറ്റി നിർത്തുന്ന, ഇന്ന് ഞാൻ ആത്മാവി പറയുക, ദൈവത്തിൻ്റെ ഫേവർ നിന്റെ ജീവിതത്തെ ഒരു താൽക്കാലികമല്ല, നിന്റെ ജീവിതം, നിന്റെ ജീവശ്വാസം നിലയ്ക്കുന്നിടം വരെ ഒരു 365 ദിവസം അല്ല, ഒരു 24 മണിക്കൂർ സെക്കൻഡുകളിൽ, മിനിറ്റുകളിൽ മാറാത്തതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഫേവർ. മനുഷ്യൻ്റെ ഫേവറുകൾ മാറിപ്പോകുമ്പോൾ, അവൻ്റെ അനുകൂലത മാറിപ്പോകുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, ദൈവത്തിൻ്റെ കരുതലിനായി. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവൻ്റെ ചിറ്റപ്പൻ അബീഹേലിൻ്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിൻ്റെ ഷണ്ഡനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് എസ്തേറിനെ കണ്ടപ്പോൾ ഒരു വിജാതിയായ സ്ത്രീ, ഒന്നും അവർക്ക് പറയാനില്ല. പേരൻസ് നഷ്ടപ്പെട്ട് അവിടെ ഉള്ളിൽ അനാഥത്വം ഫീൽ ചെയ്ത് എല്ലാവരും ചിലപ്പം തിരസ്കരിക്കപ്പെട്ട അവിടെ ജീവിതത്തിനകത്ത് അവൾക്ക് ഒരു യോഗ്യതയും പറയാനില്ലാത്ത ഒരു മാന്യത അവിടെ ജീവിതത്തിൽ വന്നു. ആ രാജ്യത്ത് നോക്കി അനേക സുന്ദരികളൊക്കെ ഉണ്ടാകും, പക്ഷേ അവളൊരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലായിരുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവ നമ്മളിപ്പം 1000കണക്കിന് ആളുകളുടെ ഇടയിൽ പോയി നമ്മൾ നിന്നാലും നമ്മളിലൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തെ അറിയുന്നവരെ കണ്ടാൽ എൻ്റെ ഇടയിൽ അറിയാൻ പറ്റും. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ ഫേവർ ഉള്ളതുകൊണ്ടാണ്. അവിടെ ഊഴം വന്നപ്പോൾ അവളെ കണ്ടവർക്കെല്ലാം, അവൾ കയറി വന്നപ്പോൾ തന്നെ അവളോട് പ്രീതി തോന്നിയെന്നാ. ആ പ്രീതി എങ്ങനെയാ? ദൈവത്തിൻ്റെ ഫേവർ അവിടെ മേലുണ്ടായിരുന്നു. ഹല്ലേലൂയ. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിരാശപ്പെട്ട് ജീവിതത്തിൻ്റെ പടുകുഴി താണു വന്ന് അവസാനത്തെ ഒരു പിടിവള്ളിയായിട്ട് എലോഹിമി വന്ന ജീവിതത്തോട് ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നു, ഒന്നും പ്രതീക്ഷിക്കാതെ അവൾ നോക്കുമ്പം എന്നെക്കാൾ യോഗ്യതയുള്ളവരൊക്കെ വന്നു. ഒരു നിമിഷം കൊണ്ട് രാജ്ഞി പദം. ഹല്ലേലൂയ. ഇതുപോലെ ചില ഡിസ്മിസ്സാക്കി മാറ്റിയതും അവഗണിച്ചു പോയവരും തിരസ്കരിക്കപ്പെട്ടവരും ഒറ്റപ്പെടുത്തിയവരോടുമായി ഞാൻ പറയുന്നു, നിമിഷ നേരം കൊണ്ട്, ഒരു നിമിഷ നേരം കൊണ്ട് നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. ഒരു നിമിഷം കൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങളെ മാറ്റുവാൻ, ചില ഹൃദയങ്ങളെ പോലും നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു പകലാക്കിയിടുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ആ എസ്തേറിൻ്റെ ആ സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. പേടിച്ച് ഭയത്തോടെ ആയിരിക്കും അവൾ അവിടെ ഊഴം വന്നപ്പോൾ അവിടെ ചെന്നത്. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ രാജാവിന് അവളെ ബോധിപ്പിച്ചെന്ന് മാത്രമല്ല, അവിടെ നിന്ന് വസ്തിക്ക് പകരം എസ്തേറിൽ നിന്ന്, അതാണ് പലപ്പോഴും നമ്മൾ പറയത്തില്ലേ, ഒരു യോഗ്യതയും പറയാനുണ്ടോ നമുക്ക്? ചേറ്റിക്കിടന്ന് പലരാലും മാറ്റി നിർത്തിയത് നമുക്ക് ദൈവം തന്ന ഒരു യോഗ്യതയല്ലേ? ഹല്ലേലൂയ. ലോകം നിന്നെ നോക്കി പ്രാർത്ഥനക്കാരി, ലോകം നിന്നെ നോക്കി ചാട്ടക്കാരി, ലോകം നിന്നെ നോക്കി അവളെന്നും സുവിശേഷത്തിന് പോകുന്നു. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ഒരിക്കൽ ഞാൻ കളിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. നമ്മൾ ഇതുപോലൊക്കെ കളിയാക്കി, പക്ഷെ ഇതിനകത്ത് വന്നപ്പം അല്ലേ നമ്മൾ ഒരു റിലാക്സ് തോന്നുന്നില്ലേ?
ഒരുപാട് പിടിമുറുക്കത്തോടെ വന്ന നമുക്ക് ഇതിനകത്ത് വന്ന് ഇതിനകത്തെ ഓരോ പാട്ടുകൾ, ഇതിനകത്തെ ഓരോ വചനങ്ങൾ നമ്മളെപ്പറ്റി ചിന്തിച്ച് ഒരു ചിന്തകളുമല്ലാത്ത ഒരു ദൈവപ്രവർത്തി ഈ എസ്തേറിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതുപോലെ ദൈവം അവൾക്ക് സകലത പ്രതികൂലമായിരുന്നു. ഒരു പക്ഷേ അവളെ കാണുന്നവർ പറയുവായിരിക്കും, നിന്റെ ജനനം കൊണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ശപിക്കപ്പെട്ടവളെന്ന്. നീ പെന്തക്കോസ്തിൽ ഇറങ്ങിയത് ഒരു ശാപമായി, നിന്റെ കുടുംബ ശാപമായി, നിന്റെ തലമുറകൾ ശാപമായി, നിനക്കുള്ളതെല്ലാം ശാപമായി എന്ന് പറയുന്നവരോട് പറയാമോ? ഞാൻ അവൻ്റെ ഫേവർ വെളിപ്പെട്ട് അവരോടൊന്നും പറയണ്ട. നീ അവർക്ക് വേണ്ടി കാത്തിരിക്കണം. ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്നതുപോലെ, ഹന്ന നിലവിളിച്ചതുപോലെ, നിന്ദകളും അവഗണനകളും കുറ്റപ്പെടുത്തുകളും എല്ലാം ജീവിതത്തിൽ വന്നപ്പോഴും പ്രതികരിക്കാൻ പോയില്ല. നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വാഗ്ദത്തങ്ങൾ പലതും നമ്മുടെ അനുസരണക്ക് നമ്മളൊന്നും സമ്മതിക്കത്തില്ല. നമ്മുടെ അനുസരണക്കേടുകൾ നിമിത്തമാണ് പലപ്പോഴും നമ്മുടെ വാഗ്ദത്തങ്ങൾ നമുക്കതൊന്ന് സമ്മതിക്കാൻ പറ്റുമോ? നമ്മൾ പറയത്തില്ലേ, കഴിഞ്ഞ കൊല്ലം പാസ്റ്റർ ദൂത് പറഞ്ഞതാ, എന്നേക്കാൾ മുമ്പേ വന്ന ആളിൻ്റെ മേലെ വിടുതൽ വന്നു. പക്ഷെ നിന്നെ വിളിച്ച വിളിയല്ല അവനെ വിളിച്ചത്, അവനെ വിളിച്ച വിളിയല്ല നിന്നെ വിളിച്ചതാ. ദൈവത്തിന് നിന്നെ പറ്റിയുള്ള ഒരു ഉദ്ദേശമല്ല അവനെ പറ്റിയുള്ളതാ. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കാതെ നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് നിന്നെ ഒരുക്കുവാൻ തയ്യാറാണെങ്കിൽ, പലപ്പോഴും നിന്ദകൾ കുത്തുവാക്ക് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അത് ന്യായം കണ്ടുപിടിക്കാൻ പോകുന്ന അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത ഇന്ന് പകൽക്കാലം ന്യായമോ അന്യായമോ ഒന്നും നമ്മൾ തിരുത്തണ്ട. മുട്ടുമടക്കി അവിടെ ഉള്ളം പകർന്നപ്പോഴും അവിടെ അവൾ നിന്ദിക്കപ്പെട്ടു. അതിനോട് മറുപടി ഒന്നും പറയുവാൻ പോയില്ല. പക്ഷേ ഒരു സത്യം ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥിക്കുകയും ആരാധിക്കുന്നവരെ ഒക്കെ ഉണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ശരിക്കും പിശാചിന് ആരെ പേടിയെന്നറിയോ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ സഭയ്ക്കകത്തുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ സമൂഹത്തിലുണ്ടെങ്കിൽ, നിന്നെ ആക്കിയിരിക്കുന്ന ജോലി മേഖലകളിൽ നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ പവർ പോലെ അതിനെ തിരിക്കുവാൻ കഴിയും. അത് തിരിക്കുമ്പം പ്രതികൂലം നിനക്കായിരിക്കും. എന്നോട് ഒരാൾ ഇന്നലെ ചോദിച്ചു, ഇവരിത്രയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർക്ക് എന്തിങ്ങനെ രോഗം വന്നത്, അവർക്കിങ്ങനെ എന്താ പ്രശ്നം വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അവർ നിനക്ക് വേണ്ടി ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ, ദാവീദ് കാടിനകത്ത് തൻ്റെ ആടുകളെ സൂക്ഷിക്കുമ്പോൾ ആടുകളെ ആക്രമിക്കാൻ വരുന്നവനെ അറ്റാക്ക് ചെയ്യാൻ ദാവീദിൽ നിന്നപ്പോൾ അവസാനം ദാവീദിൻ്റെ നേരെ തിരിഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും പല രോഗങ്ങൾക്ക് പിന്നിലും പിശാചിൻ്റെ ഒരു ടാർജറ്റാണ്. ചിലതിനെ പ്രാർത്ഥനയിൽ ഒതുക്കി കളയുക, ചിലത് നിലനിന്നാൽ, ചിലത് ഭവനത്തിൽ നിലനിന്നാൽ, ചിലർ സഭയിൽ നിലനിന്നാൽ, ചില സമൂഹത്തിൽ നിലനിന്നാൽ, ചില ആത്മീയമായി അവർ ശക്തിപ്പെട്ടാൽ ചിലതിന് പേടിയാ. രഗന, അതിന് തിരിച്ചറിയുക. നിന്റെ ശക്തിയെ നീ തിരിച്ചറിയുക. ആന തൻ്റെ ശക്തിയെ വരുമ്പോൾ അത് തിരിച്ചറിയുന്നതാ. അതുപോലെ നിന്നിലുള്ള അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ ഇത് പകൽക്കാലം നീ ആത്മാവിൻ്റെ ശക്തിയിലൊന്ന് ശക്തിപ്പെടുവാണെങ്കിൽ, ഹല്ലേലൂയ, സകലരും കാണുക. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മളെ നോക്കി പലരും പറയും, നിനക്ക് ഇത്രയേ ഉള്ളൂ ലിമിറ്റ്. പലരും പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നെ നോക്കി പറഞ്ഞ പല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇവിടം കൊണ്ട് ഇവൾ അവസാനിച്ചു, ഇവിടം കൊണ്ട് ഇവൾ തീർന്നു, ഇവിടം കൊണ്ട് ഇവൾ ഒതുങ്ങി. പലപ്പോഴും ഒതുങ്ങിയ മേഖലകൾക്കകത്ത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളല്ലേ. പലപ്പോഴും ഒതുങ്ങിയെടുത്ത് നിന്നെ പുറത്ത് കൊണ്ടുവന്ന അവൻ്റെ വാക്കല്ലേ. മനുഷ്യൻ്റെ വാക്കുകൾ നിന്നെ ഒതുക്കി കളയുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ നിന്നെ പൊക്കിക്കൊണ്ടുവരും. ഒരു സാധ്യതയില്ലാത്ത നിന്റെ ജീവിതത്തെ നോക്കി നീ പറയണം, എന്നോട് പറഞ്ഞ ദൂതുകൾ. ഞാൻ പലപ്പോഴും എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ, ഞാനെന്ന് വെച്ചാൽ ഒരു കൊച്ചു കാര്യത്തിനുള്ളിൽ ഞാൻ ഡൗൺ ആയി പോകും. പലപ്പോഴും ഞാൻ അങ്ങനെ. പക്ഷേ ഞാൻ ഡൗൺ ആയി ചിലപ്പം പൊട്ടിത്തെറിക്കാറ് പോലെയുണ്ട്. പെട്ടെന്ന് ഡൗൺ ആവും, സങ്കടം വന്നു ഭയങ്കരമായിട്ട് പൊട്ടി. ഇപ്പം കുറേ കഴിയുമ്പോൾ പോയി മുറിയിലിരുന്ന എൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ വേണ്ടിയിരുന്നില്ല. പക്ഷെ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടുള്ള വാഗ്ദത്തം ഓർക്കണം. ഇന്ന് നിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ ഒരു സാധ്യതയുമില്ല. ചിലപ്പോൾ ജോലിയില്ലായിരിക്കാം,
പരാജയം, തൊടുന്നത് മൊത്തം പരാജയമാണ്. ജീവിതത്തിൽ സന്തോഷമില്ലായിരിക്കാം. ചിലപ്പോൾ സന്തോഷത്തോടെ ഉള്ളത് എല്ലാം നമ്മളെ ചിരിച്ച മുഖത്തിന് പിമ്പിൽ ചതിക്കുന്ന മുഖങ്ങളെ വെച്ച് മുഖംമൂടികളാകുന്ന മനുഷ്യരുടെ ഇടയിൽ പോലും പലപ്പോഴും നമ്മൾ പതറിപ്പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ നോക്കി ദൈവം പറയുക, നീ എൻ്റെ വാക്ക് നോക്കുക. പത്രോസ് പടകിനകത്ത് വന്നു രാത്രി മുഴുവനും അധ്വാനിച്ചു. നമ്മൾ ഇതുപോലെ തന്നെ പറയുന്നത്, ദൈവമേ ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ചു. ഞാൻ 2005 ഇറങ്ങി, 2009 ഇറങ്ങി, നമുക്കൊത്തിരി കാലപ്പഴക്കം പറയാൻ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങളാണ് പറയുന്നത്. പത്രോസിന് വേണമെങ്കിൽ പത്രോസിനോട് പറഞ്ഞു, വല ഇറക്കാൻ പറഞ്ഞു. വേണമെങ്കിൽ പറയാം രാത്രി മൊത്തം അധ്വാനിച്ച് എനിക്കിതിൻ്റെ ആഴം പറയും, നിനക്കിതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയാം. പക്ഷേ അധ്വാനിച്ചിട്ട് നിൻ്റെ വാക്കിന് ദൈവം നമ്മളോട് പറഞ്ഞ വാക്കൊന്ന് ഓർക്കാമോ? അവൻ തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഇത് ഓർക്കാമോ? നീ കുടുംബമായി ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞാൽ സേവിക്കും. സാധ്യതയില്ലയോ? പക്ഷെ അത് ആത്മാവി വിഷ്വലൈസ് ചെയ്യണം. ഇടഞ്ഞു നിൽക്കുന്ന അച്ഛനെ ആത്മാവി വിഷ്വലൈസ് ചെയ്തിട്ട് പറയണം, ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ തരുമെന്ന് പറഞ്ഞാൽ നിന്റെ മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, വൈഫാകട്ടെ, ഭർത്താവട്ടെ, ആരുമായിക്കോട്ടെ, ഒറ്റയ്ക്കായിരിക്കാം. പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പറയും, സിസ്റ്ററെ ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ ഞാൻ പലതും എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നത്. പലപ്പോഴും പല അനുഭവത്തിൽ കൂടെയാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ നീ ഒറ്റയ്ക്കായിരിക്കാം, പല കാര്യങ്ങളും നീ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷെ നീ പോലും അറിയാത്ത അവരുടെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. നീ പോലും അറിയാത്ത അദൃശ്യ മേഖലയ്ക്കകത്ത് നിനക്ക് വേണ്ടി ചലിക്കുന്ന ചില അവൻ്റെ ഹല്ലേലൂയ അനുകൂലത ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ നീ ഇവിടെ ആയിരിക്കുന്നത്. പറയാൻ പറ്റുമോ? നിസ്സാര രോഗങ്ങൾ, ഒരു പനിയെ പണ്ട് പേടിക്കണ്ടെന്നാണ് പറയുന്നത്. ഇന്നൊരു പനി വന്നാൽ പോലും ഒന്ന് തുമ്മിയ തെറിച്ചു പോകുന്നവരാണ് നമ്മൾ ഈ കാലഘട്ടത്തിലെ കാലാവസ്ഥകളും ഒക്കെ അങ്ങനെ. പക്ഷേ ഓരോ ദിവസവും ദൈവം നമ്മെ നിർത്തുന്നില്ലേ, നടത്തുന്നില്ലേ? അവൻ്റെ ഫേവർ ഉള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ എന്നെ പട്ടുപോകണമായിരുന്നു, എന്നെ തകർന്നു പോകണമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഉടഞ്ഞ യാതൊരു സാധ്യതയുമില്ലാത്ത നിന്റെ ജീവിതത്തെ നോക്കി ദൈവം പറയുന്നു, നീ പോലും അറിയാത്ത ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. നീ പോലും അറിയാത്ത ചില സ്ഥാനങ്ങൾ, നീ പോലും അറിയാത്ത ചില മാന്യതകൾ. ഹല്ലേലൂയ. സകലരും കാണുക. നമ്മൾ ഒടുങ്ങിയതും നുറുങ്ങിയതും വേദനിച്ചതും ഒറ്റപ്പെട്ടതും അതിൻ്റെ പിമ്പിലുള്ളതൊന്നും ആരും കാണുന്നില്ലായിരിക്കാം. പക്ഷേ അഗ്നി ജ്വാലക്കൊത്ത കണ്ണ്, ഹല്ലേലൂയ, രാവും പകലുമില്ലാതെ നിന്നെ നോക്കുന്ന ഒരു കണ്ണിതെല്ലാം കാണുന്നുണ്ട്. എത്ര പേർക്ക് പറയാ, എന്നെ ആരും കാണാനില്ലയോ? എൻ്റെ വിലാപങ്ങൾ കേൾക്കാൻ ആരുമില്ലയോ? നിനക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അത് നിന്നെ ചിന്തിച്ചവരും നിനക്ക് വേണ്ടി ഇത്ര ഫുൾ സ്റ്റോപ്പ് ഇട്ടവർ കാണുക, അവർ പോലും കാണുവാൻ അവരുടെ ചിന്തയിൽ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ആമേൻ. എത്ര പേർക്ക് പറയാം? ഹല്ലേലൂയ. ഓരോ പ്രതിബന്ധങ്ങളിൽ കൂടെ കടന്നു വന്ന എസ്തറിൻ്റെ ജീവിതത്തിൽ അവൾ പോലും അറിയാത്ത ഞൊടി നേരം കൊണ്ട് കർത്താവിൻ്റെ ദയോ ജീവപര്യന്തം. അവൻ കോപിച്ച ക്ഷണം നേരമാണ്. നമ്മൾക്ക് കോപിച്ച ചിലപ്പം മണിക്കൂറുകൾ അല്ലേ? നോർത്ത് നോക്കി, ദൈവം നമ്മളോടൊന്ന് കോപിച്ച നിമിഷ നേരം കൊണ്ടാണ്. കൊച്ചു പിള്ളേരെ നമ്മൾ വഴക്ക് പറഞ്ഞ് അവരോടിപ്പോയി കുറച്ച് കഴിയുമ്പോൾ മമ്മീന്ന് വിളിച്ചു വരുന്നത് പോലെ നമ്മുടെ ദൈവത്തിൻ്റെ അല്ലേ ദീർഘ ജീവപര്യന്തമാണ് അവൻ്റെ ദയ നമ്മളോടുള്ളത്. നമ്മൾ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും, ഹല്ലേലൂയ, പലപ്പോഴും നമ്മൾ ആരും അറിയാതെ ചെയ്ത നമ്മുടെ രഹസ്യ ജീവിതത്തിനകത്തും, ഹല്ലേലൂയ, പലതും നമ്മൾ ഒരു യോഗ്യതയും പറയുവാനില്ലെങ്കിലും അവൻ്റെ ആ ദയ നിമിത്തമല്ലേ, അവൻ്റെ ജീവപര്യന്തമുള്ള ദയക്കായി നന്ദി പറയണം. ഹല്ലേലൂയ. ഇത് പകൽക്കാലം യോസഫിനെ നോക്കണം. ഒരു സ്വപ്ന നിമിത്തം, അവൻ കണ്ട ഒരു വെളിപ്പാട് നിമിത്തം. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. എന്നാൽ യഹോവ ജോസഫിനോട് കൂടിയിരുന്നു. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചവനാ. വാർദ്ധക്യത്തിൽ യാക്കോബിന് നൽകിയ മകനാ.
ഹല്ലേലൂയ. ആ പേര് പോലും വാഗ്ദത്തം, ദൈവത്താൽ വാഗ്ദത്തം പ്രാപിച്ചവനാ. പക്ഷെ അവൻ്റെ ജീവിതം ഒന്ന് നോക്കി, ഒരു സ്വപ്നം നിമിത്തം പലപ്പോഴും ചില വാക്കുകൾ കൂടെ നമ്മുടെ നാവിൽ നിന്ന് വന്ന് ചില ആശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതിവിധി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ പല വാക്കിൽ മുമ്പിൽ നമ്മൾ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പക്ഷേ യോസഫിനോട് ചോദിച്ച യോസഫ് പറയും, ഞാൻ അന്ന് എൻ്റെ സ്വപ്നം പറഞ്ഞത് നിമിത്തം എൻ്റെ മാതാപിതാക്കൾ എന്നെ ശാസിച്ചു, എൻ്റെ സഹോദരങ്ങളുടെ ശത്രുത എനിക്ക് വാങ്ങി. ഹല്ലേലൂയ. എങ്കിൽ യോസഫേ, ഇതിൻ്റെ പിമ്പിൽ എൻ്റെ ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പൊട്ടക്കിണറിനകത്തും അവനെ ഒതുക്കിയപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പോത്തിഫറിൻ്റെ ഭവനത്തിനകത്തും സാധ്യത അവന് ഡയറക്റ്റ് പോത്തിഫർ ആകാമെന്ന് അടുത്ത ആള്. പക്ഷേ തൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ ദൈവം പലതിൽ കൂടെ കടത്തിവിടുന്നറിയോ, നമ്മുടെ ടെസ്റ്റിംഗ് പീരീഡാണ്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ചുവടുകൾ പിഴയ്ക്കാതെ മുമ്പോട്ട് പോകുവാൻ ഞാനും നീയും തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുകൂലത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മൾ കഷ്ടത്തിൽ എത്രത്തോളം, നമ്മുടെ കഷ്ടത്തിൻ്റെ ആഴം എത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നുവോ. ഹല്ലേലൂയ. ഒരു സ്വപ്ന നിമിത്തം സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തി, ഒരു സ്വപ്ന നിമിത്തം തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട ഒരു പൊട്ടക്കിണറിൻ്റെ ഏകാന്തത ഒന്നും, ഹല്ലേലൂയ, യോസഫിനെ തകർക്കാൻ പറ്റുമോ? ഈ ചന്തസ്ഥലത്ത് നിന്ന് നമ്മൾ പ്രസംഗിച്ച് പറയും, ചന്തസ്ഥലത്ത് പൂർണ്ണ നഗ്നരായിട്ടാണ് ഈ ചന്തസ്ഥലത്ത് ഈ അടിമകളെ അവർ ശരീരഘടനകളും ഒക്കെ നോക്കി അവിടെ പരസ്യമായി ഇതുപോലെ ത്യാഗം അനുഭവിച്ച ഒരു വ്യക്തി ബൈബിളുണ്ടോയെന്ന്. ഇയ്യോബ് തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു, പക്ഷേ തൻ്റെ പേഴ്സണാലിറ്റി പോലും ദൈവനാമ നിമിത്തം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് യോസഫ്. ഹല്ലേലൂയ. എന്നിട്ടും ചെയ്യാത്ത തെറ്റിൻ്റെ പീഡന കേസിൽ ജയിലിലായി. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലാംഗ്വേജ് ഞാൻ പറയുക, അത്രയേറെ അധപ്പതിച്ചു പോയിട്ടും ഒരു വാക്ക് മറുതലിച്ച് പറഞ്ഞില്ല. ദൈവമേ, ഇത് അവിടെയും ദൈവത്തിൻ്റെ ഫേവറായിരുന്നു. പൊട്ടക്കിണറ്റിൽ ചെന്നു, അടിമയായിട്ട് ചന്തസ്ഥലത്ത് അനേകം അടിമകളുണ്ടായിരുന്നു. അവിടെയും എല്ലാവരുടെ കണ്ണാരിലും ഉടക്കിയത് യോസഫിലാണ്. പോത്തിഫറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അനേക ദാസന്മാരുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ഫേവറാണ്. പലപ്പോഴും ഓർത്തോണം, നിന്നെ എന്നെയൊക്കെ ദൈവം അവിടെ ഇവിടെയൊക്കെ വിടുമ്പം ദൈവത്തിൻ്റെ ഫേവർ വീടുന്നതിന് പിശാച് നോട്ട് വിടും. താൽക്കാലികമായി ചിലതിന് വേണ്ടി നീ നിൻ്റെ ദൈവത്തിൻ്റെ ഫേവർ നഷ്ടപ്പെടുത്തിയാൽ ജീവിതം പടുകുഴിയിലായി പോവും. ശഗദാനക ഓടുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഒരു ട്രാക്ക് എൻ്റെ നിൻ്റെ മുമ്പ് ദൈവം ഇട്ടിട്ടുണ്ട്. ആ ട്രാക്കിനുള്ളിൽ നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞു പിശാച് ചിലത് കൊണ്ടിടും. കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞ പോലെ മദ്യം വായിക്കൂടി ഇനി ഒഴിച്ചു വന്നാൽ കുടിക്കും. അപ്പം ചിരിച്ചുകൊണ്ട് നിന്നു. ഹല്ലേലൂയ. എൻ്റെ നിൻ്റെ ബലഹീനതകളാണ് പിശാചിന് പറയും, ദൈവത്തിന് പറയാം. പക്ഷെ ദൈവ സന്നിധിയിൽ അത് സമർപ്പിച്ച്, കർത്താവേ, യാബോബിക്കിൻ്റെ കടവില എൻ്റെ പേരിൻ്റെ ഉപായത്താൽ ഞാൻ എഴുതിയതും എല്ലാം സമ്മതിച്ച സറണ്ടറായപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റം കൽപ്പിച്ചു. പലപ്പോഴും പല വിടുതലിൻ്റെ വാറ്റത്തിൻ്റെ പിന്നില ഞാനും നീയും അറിയാതെ നിന്റെ ജീവിതത്തെ ഒളിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ചില പാപത്തിൻ്റെ അംശങ്ങളാണ്. ഇന്ന് പകൽക്കാലം അത് ദൈവസന്നിധി സറണ്ടറാക്കുവാൻ ദൈവം വിളിച്ചു, ദൈവം വേർതിരിച്ചു. ദൂത് പറഞ്ഞു, വാറ്റത്തെ പറഞ്ഞു, അതൊന്നുമല്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തത് എന്തേലും ഇത്തിൽ കണ്ണി പോലെ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഇന്നത് ഏറ്റു പറയുവാൻ തയ്യാറാണെങ്കിൽ നീ പോലും അറിയാത്ത സ്ഥിതിഗതികളിൽ കൂടെ എൻ്റെ ദൈവം നിന്നെ നടത്തിയിരിക്കും. ഹോസ്റ്റലിനുള്ളിലും ഹല്ലേലൂയ ജോലി സ്ഥലത്തും പലതിലും നമുക്ക് പിശാച് ഓരോ കെണികൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തു പോകുന്ന ഒരു മേഖല നമ്മുടെ സോഷ്യൽ മീഡിയ. നമ്മൾ ഏതിന് കൂടുതൽ സമയം കളയുന്നുവോ അതായിരിക്കും നമ്മുടെ ഫലം. നമ്മൾ എന്തു വിതയ്ക്കുന്നുവോ നമ്മളത് കൊയ്തിരിക്കും. സോഷ്യൽ മീഡിയ ആണോ നീ വിതച്ചിട്ടത്, അതിൻ്റെ ഫലം നീ കൊയ്യും. ദൈവഹിതമില്ലാത്ത ചില റിലേഷൻഷിപ്പാണോ നീ വിതച്ചത്, അത് നീ കൊയ്യും. ഹല്ലേലൂയ. ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരികത്ത് നട്ടതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും. ഇലവാടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിനകത്ത് വരും. ആറിൻ്റെ തീരത്താന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പലപ്പോഴും ഉണക്കും വാട്ടവും ഒക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ നീ ദൈവത്തിങ്കിലാണെങ്കിൽ, ദൈവവചനത്തിൽ വേരൂന്നിയാണെങ്കിൽ നിനക്ക് വാട്ടം തട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം അവൻ്റെ ഫേവർ ഉള്ള നീ, ഹല്ലേലൂയ,
ക്രൂശിലെ അനുസരണത്തോളം നമുക്ക് മാതൃകയുള്ള ഒരാളാണ്. ഈ ലോകത്തിൽ നമ്മൾ ആരെയും ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ എന്തോ പറയുന്ന തരത്തില്ല. ഒരു കാലത്ത് നമ്മളോടൊക്കെ ചോദിക്കത്തില്ലേ ആരാകണം അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും നമ്മൾ നിങ്ങൾക്ക് ആരെ പോലെ ആകണം, നിങ്ങളുടെ ആരാണ്, നിങ്ങളുടെ ഫാൻ ആരാ, അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഓരോ ഹീറോയിസിൻ്റെയും ഹീറോയുടെയൊക്കെ പേര് പറയും. പക്ഷെ നമ്മുടെ ഹീറോ ആരാ? യേശു. ഹല്ലേലൂയ. ക്രൂശിലെ അനുസരണത്തോളം. ഹല്ലേലൂയ. പല അനുഗ്രഹത്തിൻ്റെ പിമ്പിൽ തടസ്സം എന്തെന്നറിയോ? അനുസരണക്കേടാ. ഹല്ലേലൂയ. പ്രേമിച്ച് കല്യാണം കഴിക്കാൻ എല്ലാം റെഡി ആക്കിയിട്ട് പാസ്റ്ററോട് വന്ന് ചോദിക്കുക ദൈവഹിതമാണോ? അതിനെന്ത് പാസ്റ്റർ എന്തോ പറയണ്ടേ? പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. എൻ്റെ വായി വന്നുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞ അനുസരണക്കേട്. ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത കാര്യങ്ങളിൽ മുമ്പോട്ട് പോയിട്ട് ഇതെടുത്ത് ചിലരുണ്ട് ബൈബിൾ എടുത്തിട്ട് ഒരു വാക്യം എടുത്തിട്ട് പറയും ദൈവത്തിൻ്റെ അനുകൂലതയാണ്. ഇതൊന്നും ദൈവത്തിൻ്റെ അനുകൂലതയല്ല. പിശാചിനും വചനം പറയുന്നത് നമ്മളെക്കാൾ കൂടുതലും മിടുക്കനായിരുന്നു. വചനം കൊണ്ടാണ് അപ്പനെ അറ്റാക്ക് ചെയ്യാൻ പോയത്. അതുകൊണ്ട് ക്രൂശിലെ അനുസരണം. ഗെത്സമനയുടെ ആ കൽത്തടത്തിനുള്ളിലും രക്തത്തുള്ളിൽ കണ്ണുനീരായി ഒഴുക്കിയിട്ട് അപ്പനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അല്ല നിൻ്റെ ഹിതം അല്ല, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഹിതം പോലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിൻ്റെയും ജീവിതത്തിനകത്ത് മൊത്തം പ്രതികൂലമാകാം. നീ ആഗ്രഹിച്ച ലൈഫ് നിനക്ക് കിട്ടിയില്ലായിരിക്കാം. പക്ഷെ നീ ആഗ്രഹിക്കാതെ നിന്നെ ആഗ്രഹത്തോടെ സ്നേഹിച്ചൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. അവൻ ഏതവസ്ഥ വന്നാലും, രോഗാവസ്ഥ വന്നാലും, ചിലർ പറയും രോഗം വന്നപ്പോൾ ഇട്ടിട്ട് പോയി. നമ്മൾ ഒത്തിരി പേരുടെ നമ്മുടെ പ്രേസലി ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അവരുടെ സാഹിത്യം ബിസിനസ് തകർന്നപ്പോൾ ഭാര്യ ഇട്ടിട്ട് പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി, നല്ലത് കണ്ടപ്പോൾ നല്ലത് പോയി, അങ്ങനെ ഇങ്ങനെ എന്തുമായിക്കോട്ടെ. ഓരവസ്ഥയിലും ചതിക്കാത്ത ഒരാളുണ്ടെങ്കിലാ ഹല്ലേലൂയ വചനമാകുന്നവൻ. ലോകാവസ്ഥാനത്തോളം നിന്റെ ഏതവസ്ഥകളിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇതിനെ പരമാർത്ഥമായി ഉയർത്തുന്നവനെ ഒരു നാളും ഉപേക്ഷിക്കാത്തൊരു ദൈവമാ. അതുകൊണ്ട് കൊച്ചു പിള്ളേരോട് പറയുന്നത് അനുസരിക്കണം. നമ്മൾ വലിയവരാണേലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് വേണ്ടതാ. നമ്മുടെ അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ വാഗ്ദത്തത്തിന് തടസ്സമായിരിക്കുന്ന അനുസരണക്കേടുകൾ അത് നമുക്കറിയാം, മറ്റുള്ളവർക്കറിയത്തില്ലെങ്കിലും എനിക്ക് നിനക്കും. ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേലുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് ഇതിനകത്തുള്ളത്. പക്ഷെ ആ ഫേവർ നിലനിർത്തി കൊണ്ടുപോകേണ്ട എൻ്റെയും നിൻ്റെയും കടമയാണ്. അത് ആ ഫേവറിനെ ഇല്ലാതാക്കി കളയുക. നമ്മൾ ഒരു സ്റ്റുഡൻസ് ഒരു സ്കൂളിലുണ്ടെങ്കിൽ അവൻ എത്രത്തോളം അല്ലെങ്കിൽ അവൾ എത്രത്തോളം മറ്റുള്ള ആക്ടിവിറ്റിയിലും പഠനത്തിലും ആകുന്ന അനുസരിച്ചാണ് ഒരു അധ്യാപകന് ആ സ്റ്റുഡൻസിനോടുള്ള ഫേവർ. പക്ഷെ നീയും ഞാനും ഒന്നുമല്ലാത്തപ്പം അവൻ്റെ ഫേവർ വീണതാ. എല്ലാവരും അവഗണിച്ചു. നിൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു ശാലു എന്ന് പറഞ്ഞെടുത്ത് എനിക്കിനി ഒരു സാധ്യതയില്ലെന്ന് എൻ്റെ ജീവിതത്തെ നോക്കി പറഞ്ഞ് തീർക്കാം. ഞാൻ മരണം ആഗ്രഹിച്ചൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്കറിയത്തില്ലേ എന്തൊക്കെയോ നിരാശക ജീവിതത്തിൽ വന്ന എൻ്റെ നല്ല യൗവനത്തിന് എനിക്ക് കിട്ടിയ ഒരാളാണ്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ എനിക്കെൻ്റെ ചങ്കെ തൊട്ട് പറയാം അവൻ്റെ ഫേവർ എൻ്റെ മേലുണ്ട്. എത്ര പേർക്ക് പറയാം? പല രോഗങ്ങൾ, പല പ്രതിബന്ധങ്ങൾക്ക്, പ്രതികൂലത്തിനകത്ത് നീ പട്ടുപോകേണ്ടത്, നീ ചേർത്ത് നിൽക്കേണ്ട ചിലതുപോലും നിന്നെ അവഗണിച്ച് പോയപ്പോഴും അവൻ്റെ ഫേവർ ഇതിനകത്തെല്ലാം ഉണ്ട്. നമ്മൾ ചാറ്റ് ചെയ്യേണ്ട സംഭവം പോലും ഇതിനകത്തുണ്ട്. ഇത് വായിക്കുന്നവർക്ക് വേണ്ടാത്ത ചാറ്റിങ്ങിന് പോകത്തില്ല, വേണ്ടാത്ത റിലേഷന് പോകത്തില്ല. അത് പരമാർത്ഥമായിട്ട് ഞാൻ പറയുക. എൻ്റെ നല്ല യൗവനം എൻ്റെ 16-ാമത്തെ വയസ്സിലാണ് ഞാൻ ഏറ്റവും അധപ്പതിച്ച് നടക്കുന്ന ഒരു പട്ടണത്തിലാണ് ഞാൻ പോയത്. എന്ത് സാഹചര്യം ആരുമില്ല, ആരും കാണാതെ നമ്മുടെ മുമ്പിൽ പാപത്തിൻ്റെ വഴികൾ വെളിപ്പെടുമ്പോൾ അതിനോട് നോ പറയുക. നോ പറയുന്നവനാ യഥാർത്ഥ ദൈവ പൈതൽ. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ സിനിമ കാണത്തില്ല, എൻ്റെ വീട്ടിൽ TV വാങ്ങിക്കത്തില്ല, ഞാൻ അതിനോട് ഒരിക്കലും പറയത്തില്ല. ആ സംഭവം വീട്ടിലുള്ളപ്പം അത് കാണാതിരിക്കുന്നതാണ്.
ഹല്ലേലൂയ. പാപം നിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത് ഞാൻ ചെയ്യത്തില്ല, തിന്മയായതൊന്നും ഞാൻ തൊടത്തില്ല. മദ്യം ഒഴിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്തൂടെ ഒഴിച്ചാലും ഞാനത് രുചിക്കത്തില്ലെന്ന് ഉള്ളത്തെ തീരുമാനമെടുക്കണം. അല്ലാതെ ഞാനത് അതിലേ പോയി എൻ്റെ സ്മെല്ലടിച്ചാൽ ഞാൻ വീണ് പോകുമെന്ന് പറഞ്ഞാൽ നീ ചത്തവനല്ല. ആത്മാവിൽ ജഡത്തി ചത്ത ആത്മാവിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ ദൈവത്തിൻ്റെ ഫേവർ നിലനിർത്തുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ആനുകൂലത നിന്റെ ജീവിതത്തെ അത് വെളിപ്പെട്ട മറ്റുള്ളവർ പറയണമെങ്കിൽ. ഇന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിലെ ഒരു സ്ഥലത്ത് പോയപ്പം, പണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ ഒരു പ്രസംഗം കേട്ടാൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത ആളുകളെ പോലും കാണത്തില്ല. പണ്ട് പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുന്ന അനുഭവം ഈ സ്ഥലത്ത് പോയപ്പം കണ്ടത്. ഇന്ന് ആത്മീകോളം പോലും വല്ലാത്തൊരവസ്ഥയിൽ പോയേക്കുക. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും ഹല്ലേലൂയ, നിങ്ങളൊരു വ്യത്യസ്തരാകണം. നിങ്ങളുടെ പ്രവർത്തികളിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും എല്ലാം അത് നിങ്ങളോട് വന്ന് ചോദിക്കണം, നിങ്ങൾ എവിടുത്തെ കുട്ടികളാ, നിങ്ങൾ എവിടെ പോകുന്നതാ, നിങ്ങൾ ഏത് സഭക്കാരാ. ഒരു വ്യത്യസ്തരായി, ജാതികളുടെ ഇടകലരാത്ത ഒരു വ്യത്യസ്തതയുള്ള ഒരു കൂട്ടമായി തീരണം. നമ്മുടെ പല തീരുമാനങ്ങളും നമ്മളെ പലതും പ്രതികൂലമായി വന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അതിൻ്റെ അന്തിമ ജയം നമുക്കാ. ദൈവത്തിൻ്റെ ഫേവർ വീണ് പല പ്രതിബന്ധങ്ങൾ ഒഴുക്കി കളയുമായിരുന്നു, പല പ്രതിബന്ധങ്ങൾ ഇടിച്ച് മൺമറഞ്ഞ് ഇനി അവർ ഉയർത്തി വരത്തില്ല, അവർ പൊങ്ങി വരില്ലെന്ന് പറഞ്ഞ മേഖലകൾക്ക് അകത്ത് നമ്മൾ നിലനിന്ന് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവൻ്റെ ഫേവർ നമ്മുടെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അവൻ്റെ ഫേവറുണ്ട്, എൻ്റെ തലമുറയുടെ മേൽ